കുട്ടികളിൽ കഫക്കെട്ടും അതുപോലെ റെസ്പിറേറ്ററി ഇൽനെസ്സും ഒക്കെ വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഇതിനെന്തായിരിക്കും കാരണം? ഇപ്പൊ നമ്മുടെ WHO സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഒരു 8 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഒരു വർഷത്തിൽ 6-7 പ്രാവശ്യം റിക്കറന്റ് ആയിട്ട് ജലദോഷം, കഫക്കെട്ട്, അതുപോലെ അലർജീസ്, പനി ഇങ്ങനെയുള്ളത് റിക്കറന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതപ്പം മാറിപ്പോയാലും പിന്നീട് കുട്ടികൾക്ക് ഇത് അലർജി ആയിട്ടോ ആസ്മയായിട്ടോ പരിണമിക്കാനുള്ള ഒരു 70% ചാൻസ് ഉണ്ട്. അപ്പം എന്താണ് ഇതിന്റെ കാരണം? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്? ഫസ്റ്റ് റീസൺ നമ്മുടെ അനാട്ടമി അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ട് കുട്ടികളുടെ സ്ട്രക്ചേഴ്സിന് ഡിഫറെന്റ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഹൈപ്പർ സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ആണ്. കുട്ടികളിൽ ഒത്തിരിയായിട്ട് കഫത്തിന്റെ ഉൽപാദനം ഉണ്ടാവുന്നു. ആയുർവേദ വിധി പ്രകാരം നോക്കുവാണെങ്കിൽ ബാല്യാവസ്ഥ കഫപ്രധാനമാണ്. അപ്പം അവരിൽ ഉണ്ടാകുന്ന കഫദോഷമായിരിക്കും വർദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഫക്കെട്ട് കൂടുതലായിട്ട് കാണും. രണ്ടാമതായിട്ട് ഇപ്പം കുട്ടികളുടെ ലങ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ചെസ്റ്റ് മസിൽസ് ഒക്കെ ആണെങ്കിലും മെച്ചുവർ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. എസ്പെഷ്യലി നമ്മുടെ ഇൻഫൻസി 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇനി കഫം ഉണ്ടാകുമ്പോൾ അവർക്കത് പുറത്തേക്ക് കളയാനുള്ള ശക്തിയില്ല, അവർക്ക് പുറത്തേക്ക് തുപ്പിക്കളയാനും അറിയത്തില്ല. അങ്ങനെ വരുമ്പം ഈ കഫം അടിഞ്ഞു കൂടി റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നു. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് നോക്കുവാണെങ്കിൽ ലിംഫോയിഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ലിംഫ് നോട്ട്സ് ഒക്കെ എൻലാർജ്ഡ് ആയിട്ട് നമുക്ക് കാണാം. ലിംഫോയിഡ് ടിഷ്യൂസിന് ഹൈപ്പർട്രോഫി ഉണ്ടായത് കാണാം. കുഞ്ഞു കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ അവരുടെ ഈ കഴലകൾ ഇപ്പൊ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് വേർതിരിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് വരെ അവരുടെ ലിംഫ് നോട്ട്സ് ഒക്കെ ലിംഫോയിഡ് ടിഷ്യൂസ് ഒക്കെ ആക്റ്റീവ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ലിംഫ് നോട്ട്സ് നമ്മുടെ ഇത് മാത്രമല്ല, നമ്മുടെ ടോൺസിൽസ്, നമ്മുടെ അഡിനോയിഡ് ഗ്രന്ഥികൾ ഇതിനൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് സ്റ്റേജിലായിരിക്കും. അപ്പൊ അതിനൊക്കെ വീക്കം വരാനും എൻലാർജ്ഡ് ആവാനുള്ള ടോൺസിലൈറ്റിസ് ഇൻഫെക്ഷൻസ് ഒക്കെ റിക്കറന്റ് ആയിട്ട് വരാനുള്ള ചാൻസ് ഈ 10 വയസ്സിൽ കാണും. അപ്പൊ നമ്മളൊരു പീഡിയാട്രീഷ്യനൊക്കെ പോയി കാണുവാണെങ്കിൽ ഡോക്ടർ പറയും ഒരു 10 വയസ്സ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ഡോക്ടർ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ ലിംഫ് നോട്ട്സിന്റെ അമിതമായിട്ടുള്ള പ്രവർത്തനം കാരണമാണ്. അത് ബാല്യാവസ്ഥയിലുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് കുട്ടികളുടെ യൂസ്റ്റേഷൻ ട്യൂബ്. യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിനെയും നമ്മുടെ ചെവിയും ബന്ധിക്കുന്ന ഒരു ട്യൂബാണ്. ആ ട്യൂബ് ഇപ്പൊ എന്തെങ്കിലും കുട്ടികളുടെ കേസസിൽ ആ ട്യൂബ് ചെറുതായിരിക്കും, അതേപോലെ തന്നെ വലിപ്പം കുറവായിരിക്കും, അതുപോലെ സ്ട്രെയിറ്റ് ആയിരിക്കും. നമ്മുടെ വലിയ ആൾക്കാർക്ക് ഇച്ചിരി കേർവ്ഡ് ആയിട്ടായിരുന്നു ഷേപ്പ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മൂക്കിന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ, ജലദോഷമോ കഫക്കെട്ടോ സൈനസിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഇൻഫെക്ഷൻ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവും, വൈറൽ ഇൻഫെക്ഷൻ, എന്ത് ഇൻഫെക്ഷൻ ഉണ്ടായാലും അത് പെട്ടെന്ന് ചെവിയിലേക്ക് വരാനും, അതുപോലെ തന്നെ ചെവി വേദന, ചെവി പൊട്ടല്, കുട്ടികളിൽ എപ്പോഴും ചെവി പൊട്ടി ഒലിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ കാണാറില്ല. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായി കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ വൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി വൈസ് നോക്കുവാണെങ്കിൽ കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. എല്ലാ കുട്ടികളെയും നോക്കുകയാണെങ്കിൽ കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർക്ക് ആദ്യമായിട്ടായിരിക്കും ഈ പുക, പൊടി, തണുപ്പ് എല്ലാം ഫസ്റ്റ് എക്സ്പോഷർ. അപ്പൊ നമ്മൾ എന്തിനാ വാക്സിൻസ് എടുക്കുന്നത്? വാക്സിനിൽ നമ്മൾ എല്ലാം നമ്മുടെ എന്താണോ ബാക്ടീരിയ ആണോ വൈറസ് ആണോ അതിന് നമ്മുടെ ശരീരത്തോട് എക്സ്പോസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പോസ്ഡ് ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് അതിനോട് പ്രതിരോധ ശക്തി കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെയാണ് കുട്ടികളിൽ സംഭവിക്കുന്നത്. ഈ പറയുന്ന എക്സ്പോസ്ഡ് ഉണ്ടായി കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ആയാണ് അവരുടെ ഈ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആയി വരുന്നത്. ജനിക്കുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് എന്ത് ഇൻഫെക്ഷൻസും പെട്ടെന്ന് ഇവർക്ക് ബാധിക്കാം. അതും ഒരു കാരണമാണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം സോഷ്യൽ ഫാക്ടേഴ്സ് നോക്കുവാണെങ്കിൽ കുട്ടി കുറച്ചുകൂടെ വലുതായി സ്കൂളിൽ പോയി തുടങ്ങി. സ്കൂളിൽ പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഈ പ്ലേ സ്കൂൾ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ നഴ്സറി ആയാലും അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ സ്കൂളിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പം നോർമലായി കുട്ടിക്ക് പോലും ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ഇൻഫെക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ അലർജിയോ അല്ലെങ്കിൽ അതേപോലെ ഇൻഫെക്ഷൻ ഉള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അസുഖം മാറിയാലും പിന്നീടും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ വന്നൊരു പേഷ്യന്റ് പറഞ്ഞതാണ് കുട്ടിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം ഗ്രാൻഡ് പേരൻസിന്റെ പാസീവ് ആയിട്ടുള്ള സ്മോക്കിംഗ് കാരണമാണ്. ഇപ്പം പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുക വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പുകവലി നമ്മളെക്കാൾ കൂടുതൽ ബാക്കിയുള്ള വീട്ടിലുള്ള ബാക്കി അംഗങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് നമ്മൾ കുട്ടികളുടെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഇനി ഇതല്ലാതെ ഇപ്പം നമ്മള് അനാട്ടമിക്കൽ പറഞ്ഞു, അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ട് ഇമ്മ്യൂണിറ്റി വൈസ് പറഞ്ഞു, പിന്നെ നമ്മൾ സോഷ്യൽ ഫാക്ടേഴ്സും പറഞ്ഞു. ഇതല്ലാതെ നമ്മൾ കഴിക്കുന്ന ഇംപ്രോപ്പർ ഫുഡ് ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇംപ്രോപ്പർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ ഫുഡ് കൊടുത്തു എന്നല്ല പറയുന്നത്. പേരൻസിന്റെ എല്ലാവരുടെയും കൺസേൺ ആയിരിക്കും നമ്മുടെ കുട്ടികളെല്ലാം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് വളർന്നു വരണമെന്ന്. അപ്പൊ നമ്മൾ ഏറ്റവും പോഷകമായിട്ടുള്ള ഫുഡാണ് ഈ ചൈൽഡ്ഹുഡ് ഏജിൽ നമ്മൾ കൊടുക്കാൻ നോക്കുന്നത്. അപ്പൊ മോസ്റ്റ്ലി എന്താ മുട്ട, പാല്, അതേപോലെ എന്താ സ്വീറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബോൺവിറ്റ, കോംപ്ലാൻ, അങ്ങനെ എന്ത് ന്യൂട്രീഷ്യസ് ആണോ അതൊക്കെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ നോക്കും. പക്ഷെ ഇതിൽ പലതും തന്നെ കഫത്തെ കൂട്ടുന്നതായിരിക്കും. അങ്ങനെ കൂട്ടി ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല, അൾട്ടിമേറ്റ്ലി ഇത് കുട്ടിയിൽ കഫം കൂട്ടുന്നു. കഫം ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുട്ടികൾ, മീൻസ് ഈ പറഞ്ഞ അലർജിക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും കൂടും. അങ്ങനെയും അസുഖം വരാം. അതേപോലെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മൾ ആയുർവേദ ശാസ്ത്ര പ്രകാരം പറയുന്നത് ഉരസ്സാണ് കഫത്തിന്റെ സ്ഥാനം. അപ്പൊ അതുകൊണ്ട് ഉരസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിലാണ് കഫത്തിന്റെ സ്ഥാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെസ്റ്റിൽ അമിതമായി കഫം ഉണ്ടാകാനും റെസ്പിറേറ്ററി ഇൽനെസ് ഉണ്ടാവാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്.